പാരീസ് ഒളിമ്പിക്സിൽ അയോഗ്യയാക്കപ്പെട്ട ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് ഇന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തി. ദില്ലി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഗംഭീര സ്വീകരണമാണ് ബന്ധുക്കളും മറ്റു ഗുസ്തി താരങ്ങളും നാട്ടുകാരും ഒരുക്കിയത്. കനത്ത സുരക്ഷയും ദില്ലിയിൽ ഒരുക്കിയിരുന്നു. സാക്ഷി മാലിക്, ബജ്രംഗ് പൂനിയ തുടങ്ങിയവർ താരത്തെ സ്വീകരിക്കുവാൻ എത്തിയിരുന്നു. സ്വീകരണത്തിനിടെ വികാരനിർഭരമായി വിനേഷ് എല്ലാവരോടും നന്ദി പറഞ്ഞു. ഇത്തരത്തിലൊരു പിന്തുണ ലഭിച്ചതിൽ ഭാഗ്യവതിയാണെന്നും വിനേഷ് വ്യക്തമാക്കി. രാജ്യം നൽകിയത് സ്വർണ്ണ മെഡലിനേക്കാൾ നൽകിയ ആദരവാണെന്ന് വിനേഷിന്റെ അമ്മ പറഞ്ഞു. നേരത്തെ വിരമിക്കൽ തീരുമാനം പിൻവലിച്ചേക്കുമെന്ന പരോക്ഷ സൂചന നൽകി വിനേഷ് ഫോഗട്ടിന്റെ തുറന്ന കത്ത് ചർച്ചയായിരുന്നു. ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാനാവില്ല. പാരീസ് ഒളിമ്പിക്സ് ഗുസ്തി ഫൈനലിൽ മത്സരിക്കാനായി പരമാവധി എല്ലാം ചെയ്തു. കോച്ചിനും ഫിസിയോതെറാപ്പിസ്റ്റിനും വിനേഷ് ഫോഗട്ട് നന്ദി പറഞ്ഞു. സപ്പോർട്ടിംഗ് സ്റ്റാഫിന്റെ കഠിനാധ്വാനം തനിക്ക് അറിയാമെന്നും വിനേഷ് പറഞ്ഞു. സപ്പോർട്ടിംഗ് സ്റ്റാഫിനെതിരെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആരോപണങ്ങൾക്കിടെയാണ് താരം നിലപാട് വ്യക്തമാക്കിയത്. വനിതകളുടെ അന്തസ്സിനും രാജ്യത്തിന്റെ മൂല്യങ്ങൾക്കുമായാണ് ഗുസ്തി സമരത്തിൽ പൊരുതിയത്. നീതിക്കായുള്ള പോരാട്ടം ഇനിയും തുടരും. പാരീസിൽ ഇന്ത്യൻ പതാക ഉയർത്തണമെന്ന് ആഗ്രഹിച്ചുവെന്നും വിനേഷ് പങ്കുവച്ച കത്തിൽ പറയുന്നു. പോരാട്ടം ഇനിയും തുടരുമെന്ന സൂചനയാണ് ഫോഗട്ട് നൽകിയത്. ഫോഗട്ടിനെ സ്വർണ്ണ മെഡൽ ജേതാവിനെ പോലെ സ്വീകരിക്കുമെന്ന് അമ്മാവൻ മഹാവീർ ഫോഗട്ട് വ്യക്തമാക്കിയിരുന്നു. കോടതി വിധിയോടെ എല്ലാ മെഡൽ പ്രതീക്ഷകളും ഇല്ലാതായി. വിരമിക്കൽ തീരുമാനത്തിൽ നിന്നും വിനേഷിനെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുമെന്നും അടുത്ത ഒളിമ്പിക്സിനായി തയ്യാറെടുക്കുവാൻ വിനേഷിനെ പ്രോത്സാഹിപ്പിക്കുമെന്നും മഹാവീർ ഫോഗട്ട് പറഞ്ഞു. സംഗീത ഫോഗട്ടിനെയും ഋതു ഫോഗട്ടിനെയും അടുത്ത ഒളിമ്പിക്സിനായി തയ്യാറെടുപ്പിക്കുമെന്ന് മഹാവീർ ഫോഗട്ട് വ്യക്തമാക്കി. 50 കിലോഗ്രാം ഫ്രീ സ്റ്റൈൽ ഗുസ്തിയിൽ ഫൈനലിലേക്ക് മുന്നേറിയ വിനേഷിനെ അന്താരാഷ്ട്ര ഒളിമ്പിക് അസോസിയേഷനാണ് അയോഗ്യയാക്കിയത്. 100 ഗ്രാം ഭാരക്കൂടുതലുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി.